അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹിൽ അഅ്മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നുള്ള എല്ലാ സ്വാലിഹായ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് പെരുന്നാളുകളിൽ ഒരുമിച്ച് കൂടുവാനും ധാരാളം ഇബാദത്തുകളൊക്കെ ചെയ്യാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ അല്പം തക്ബീർ ചൊല്ലി ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداع إلى شيء نكر خش عن أبصارهم يخرجون من الأجداث كأنهم جراد منتشر مهطعين إلى الداع يقول الكافرون هذا يوم عسر كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت عاد فكيف كان عذابي ونذر إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر أألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر صدق الله العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വൽഫജിരി സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ والشفع والوتر
والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യാനാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ നിന്ന് ചൊല്ലിത്തരും. നിങ്ങളെല്ലാവരും ഒപ്പം കേട്ട് ചെല്ലുക. അള്ളാഹു നമ്മെ ഏവരെയും അവന്റെ റിള ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാവുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله
الله يا مليك يا الله يا قدوس يا الله يا قدوس يا الله يا سلام يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا مهيمن يا الله يا مهيمن يا الله يا عزيز يا الله يا عزيز يا الله يا جبار يا الله يا جبار يا يا الله متكبر يا الله يا متكبر يا يا الله خالق يا الله يا خالق يا يا الله بارئ يا الله يا بارئ يا يا الله مصور يا الله يا مصور يا يا الله غفار يا الله يا غفار يا الله يا قهار يا الله يا قهار يا يا الله وهاب يا الله يا وهاب يا يا الله رزاق يا الله يا رزاق يا الله يا فتاح يا الله يا فتاح يا يا الله عليم يا الله يا عليم يا يا الله قابل يا الله يا قابل يا يا الله باسط يا الله يا باسط يا يا الله خافل يا الله يا خافض يا يا الله رافع يا الله يا رافع يا الله يا معز يا الله يا معز يا الله يا مذل يا الله يا مذل يا يا الله سميع يا الله يا سميع يا الله يا بصير يا الله يا بصير يا يا الله حكم يا الله يا حكم يا يا الله عدل يا الله يا عدل يا يا الله لطيف يا الله يا لطيف يا يا الله خبير يا الله يا خبير يا يا الله حليم يا الله يا حليم يا يا الله عظيم يا الله يا عليم يا يا الله غفور يا الله يا غفور يا يا الله شكور يا الله يا شكور يا يا الله علي يا الله يا علي يا يا الله كبير يا الله يا كبير يا يا الله حفيظ يا الله يا حفيظ يا يا الله مقيت يا الله يا مقيت يا يا الله حسيب يا الله يا حسيب يا يا الله جليل يا الله يا جليل يا يا الله كريم يا الله يا كريم يا يا الله رقيب يا الله يا رقيب يا يا الله مجيب يا الله يا مجيب يا يا الله واسع يا الله يا واسع يا يا الله حكيم يا الله يا حكيم يا الله يا ودود يا الله يا ودود يا الله يا مجيد يا الله يا مجيد يا يا الله باعث يا الله يا باعث يا يا الله شهيد يا الله يا شهيد يا يا الله حق يا الله يا حق يا الله يا وكيل يا الله يا وكيل يا الله يا قوي يا الله يا قوي يا يا الله متين يا الله يا متين يا يا الله ولي يا الله يا ولي يا الله يا حميد يا الله يا حميد يا الله يا محصي يا الله يا محصي يا الله يا مبدئ يا الله يا مبدئ يا يا الله معيد يا الله يا معيد يا يا الله محيي يا الله يا محيي يا يا الله مميت يا الله يا مميت يا يا الله حي يا الله يا حي يا يا الله قيوم يا الله يا قيوم يا يا الله واجد يا الله يا واجد يا يا الله ماجد يا الله يا ماجد يا يا الله واحد يا الله يا واحد يا يا الله صمد يا الله يا صمد يا يا الله قادر يا الله يا قادر يا الله يا مقتدر يا الله يا مقتدر يا يا الله مقدم يا الله يا مقدم يا الله يا مؤخر يا الله يا مؤخر يا يا الله أول يا الله يا أول يا الله يا آخر يا الله يا آخر يا يا الله ظاهر يا الله يا ظاهر يا يا الله باطن يا الله يا باطن يا يا الله والي يا الله يا والي يا الله يا متعالي يا الله يا متعالي يا يا الله بر يا الله يا بر يا يا الله تواب يا الله يا تواب يا يا الله منتقم يا الله يا منتقم يا يا الله عفو يا الله يا
غفور يا يا الله رؤوف يا الله يا رؤوف يا يا الله مالك الملك يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا يا الله مقسط يا الله يا مقسط يا الله يا جامع يا الله يا جامع يا الله يا غني يا الله يا غني يا يا الله مغني يا الله يا مغني يا الله يا مانع يا الله يا مانع يا يا الله ضار يا الله يا ضار يا الله يا نافع يا الله يا نافع يا الله يا نور يا الله يا نور يا يا الله هادي يا الله يا هادي يا يا الله بديع يا الله يا بديع يا يا الله باقي يا الله يا باقي يا يا الله وارث يا الله يا وارث يا يا الله رشيد يا الله يا رشيد يا يا الله صبور يا الله يا صبور يا الله എല്ലാവരും ആമീൻ പറയുക. أن تحفظنا بحفظك آمين وتحمينا بحمايتك آمين وتكفينا بكفايتك آمين وتحرسنا بحولك وقوتك آمين وتعيدنا بتعيدك آمين وتنصرنا بنصرك آمين وتهدينا بهدايتك آمين وترعانا برعايتك آمين وتنظر إلي بعين عنايتك آمين وأن تجعلنا من عبادك الصالحين آمين الذين لا خوف عليهم ولا هم يحزنون آمين سبحان ربك رب العزة عما يصفون آمين وسلام على المرسلين والحمد لله رب العالمين آمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഒരു ബലി പെരുന്നാളിനു കൂടി സമാഗതമാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പെരുന്നാളുകളിൽ ഒരുമിച്ച് കൂടുവാനും ധാരാളം സൽക്രമങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബലി പെരുന്നാൾ സുദിനത്തിലാണ് നാം ഉള്ളത്. ഇന്നത്തെ സുദിനത്തിൽ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒന്ന് തക്ബീർ അധികരിപ്പിക്കുക, മറ്റൊന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക, മറ്റൊന്ന് ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ കുടുംബബന്ധം പുലർത്തുക, പിന്നെ സ്നേഹ സമ്മാനങ്ങൾ കൈമാറുക, അതുപോലെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആരക്കുക, അവരുടെ പേരിൽ ഹദിയകൾ അയക്കുക, സമ്മാനങ്ങൾ അവരുടെ പേരിൽ ഹദിയകൾ പാവപ്പെട്ടവർക്ക് സദഖ കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ ഇത്യാദി സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ നമുക്ക് പെരുന്നാളാണ്. നമ്മളിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മളെ ഭർത്താവിനും ഭാര്യക്കും കുടുംബങ്ങൾക്കൊക്കെ പെരുന്നാളാകണം. അതിനവരെ നാം ഓർക്കണം. നമ്മളെ മക്കള് അല്ലെങ്കിൽ പുരുഷന്മാര് ഖബർ സിയാറത്ത് നടത്തണം. അവരുടെ പേരിൽ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് ഹദിയ കൊടുക്കണം. അതാ ഉസ്താദെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരിക്കണേ, കൊടുക്കുന്ന ആളിങ്ങനെ നിയ്യത്ത് വെക്കണം. അള്ളാഹ് ഈ സ്വതക്കയുടെ പ്രതിഫലം എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഖബറിലേക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഹദിയ കൊടുക്കുക. ഇങ്ങനെ സൽക്രമങ്ങളൊക്കെ ചെയ്യാനും പെരുന്നാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷമീല സാലിം എന്ന് പറയുന്ന സഹോദരി പെരുന്നാളായിട്ട് ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സഹോദരിയുടെ അവരുടെ ഭർത്താവിന്റെ ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഒക്കെ ഹദ്റത്തിലേക്ക് അവരയച്ചെന്ന ഹദിയയുടെ മിഥില ഥവാബിന് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നാളെ നമ്മളെ ഖബറൊക്കെ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമൊക്കെ ആക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്താൽ നാളെ നമ്മയും ഓർക്കപ്പെടും എന്നതിന് സംശയമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു കൂടലായി, ഒരു ഖുർആനിക മജ്ലിസായി, ഒരു ഒത്തൊരുമിച്ച് കൂടലായി ഇതിനൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ പലവർക്കും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനൊക്കെ ഉള്ളതാണ്, പെരുന്നാളിന് പോകാനുള്ളതാണ്, കുടുംബത്തിലുള്ളവരെ ഒരുക്കി പള്ളിയിലേക്ക് വിടാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി ഓതി പെട്ടെന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. മുഅ്മിനീങ്ങളെ നമ്മൾ സൂറത്ത് ഓതാൻ ഇന്ന് വിട്ടുപോയത്, സ്വലാത്തുകൾ ഓതാനൊക്കെ നമ്മൾ ഇന്ന് ഒഴിവാക്കിയത്, അതൊക്കെ നിങ്ങൾ മറ്റൊരവസരത്തിൽ ഇന്ന് തന്നെ ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله صدق الله صدق الله العلي العظيم. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها من جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم نور قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وأدخلنا في الجنة بالقرآن. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പെടുവന്നവന് വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ്.
നിനക്ക് മിഥില തവാബിന് ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ സന്താനങ്ങളുടെ പേരമക്കളുടെ കുടുംബാദികളുടെ സഹോദരി സഹോദരന്മാരുടെ ഉസ്താദുമാരുടെ ഞങ്ങളെ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയ വസ്ത്രം നൽകിയവർ ഹദിയ നൽകിയവർ അല്ലാഹു ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ ഞങ്ങളുടെ സ്നേഹിതന്മാർ സ്നേഹിതകൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹു എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും അവിടെ അനുചരന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അഹ്ലു ബൈത്തിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് താബീങ്ങളുടെ താബീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ സ്വഹാബുൽ ബദരീങ്ങൾ ഉഹദീങ്ങൾ ഖദ്ദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മഹാനായ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ആരിഫീങ്ങളുടെ സുൽത്താൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ശാ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഖുതുബ് സമാൻ സയ്യിദ് മംബറം തലമി അലവി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ് ഞങ്ങളുടെ നാടുകളിൽ വിശ്രമം കൊള്ളുന്ന ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ് ഞങ്ങൾ അറിഞ്ഞവരും അറിയാത്തവരുമായി ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ് അവിടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ ഓതിയതിനൊക്കെ മിഥില തവാബിന് എത്തിക്കണേ അല്ലാഹ് അവരുടെയും അല്ലാഹു അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് സ്വാലിഹീൻ സജ്ജനങ്ങൾ മുശായിഖന്മാർ ഖൈറുൽ അഹ്ലുകാർ ശുഹദാ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് അവരുടെ ദർജകളെ സ്ഥാനങ്ങളൊക്കെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ് ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ പാപികളാണ് റബ്ബേ ദോഷികളാണ് അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ കുറ്റങ്ങളുടെ ഒക്കെ ശിക്ഷയായി കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ് ഞങ്ങളെ ദുആന നീ തട്ടിക്കളയല്ല അല്ലാഹ് ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സന്താനങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ സുഹൃത്തുക്കളെ സ്നേഹിതകളെ നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളെ നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ വീട് നന്നാക്കി തരണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ ബറക്കത്തിന്റെ നിന്റെ മഹാന്മാരുടെ കാവലുള്ള വീടായി നീ കബൂലാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ നിന്റെ മഹദ് കൊണ്ട് നീ ഞങ്ങളെ കബൂലിയത്തുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട ഉപ്പമാറുമാർ സഹോദരി സഹോദരന്മാരെ പലവരും ചെയ്തിട്ടുണ്ടല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് അറ്റാക്ക് കൊണ്ട് നെഞ്ചുവേദന കൊണ്ട് ശ്വാസം മുട്ട് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ പല രീതിയിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ് ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് തൈറോയിഡിന്റെ പ്രയാസം കൊണ്ട് അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട് എരണിയുടെ വേദന കൊണ്ട് ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഗർഭാശയ സംബന്ധമായ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ് മൂത്ര സംബന്ധമായ രോഗം കൊണ്ട് കിഡ്നി സംബന്ധമായ കല്ല് സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ ചെറുതും വലുതുമായി പലവിധ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എത്ര ഉപ്പമാർ സഹോദരി സഹോദരന്മാർ അല്ലാഹുവേ നീ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നീ സലാമത്ത് നൽകണേ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്
അല്ലാഹു ഞങ്ങൾക്ക് മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് റാഹത്തായി വീട് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, കുടിൽ വ്യവസായങ്ങളിൽ, കൂലിവേലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ധാരാളം സക്കാത്ത് കൊടുക്കാൻ, പാവപ്പെട്ടവരൊക്കെ സഹായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും അതിനൊക്കെയുള്ള നല്ല മനസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാത്തവരുടെ ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുടെ കൺകുളവിലുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ ഹൈറായ ജോലി നൽകണേ അല്ലാ. ലാഹിഖായ ശമ്പളം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ശമ്പളം കിട്ടാതെ, കാമ കിട്ടാതെ, ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഉംറക്ക് പോയവരുണ്ട് അല്ലാഹു, ഹജ്ജിന് പോകാൻ മനസ്സുകൊണ്ട് ഒക്കെ തയ്യാറായിരിക്കുന്നവരുണ്ട് അല്ലാഹു. അതിനുള്ള വഴികളൊക്കെ നീ അടുപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹു പുന്നാര ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആ മദീന പള്ളിയുടെ പച്ചക്കുബയുടെ താഴ്വാരത്തെ ദിവസം കൊള്ളുന്ന ഹബീബിന്റെ ഹദറത്തിൽ പോയി അസ്സലാമു അലൈക സയ്യിദി യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സലാം പറയാൻ, അവിടെ നിന്ന് മുഴുവനോളം ദുആ ചെയ്യാൻ, അല്ലാഹു പുന്നാര നബിയുടെ പള്ളിയിലൊക്കെ ഒന്ന് പോയി ഇത്തികാഫിരിക്കാൻ, അല്ലാഹു ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കാനൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, ഈ ദുആക്ക് ഇങ്ങനെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് കമന്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഖുർആൻ ക്ലാസിന്റെ ലിങ്കുകൾ അയച്ചുകൊണ്ട് ഖുർആന്റെ തീരത്തേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർ എല്ലാവരും നീ കബൂലാക്കണേ അല്ലാ. എന്തുദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ മജ്‌ലിസിലിരിക്കുന്നത് കബൂലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങളെ നിറവേറ്റി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും, നീ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിവിടെ ചൊല്ലിയത് ഓതിയത് ഇതിൻ്റെയൊക്കെ മിഥിലി സവാബിന് ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഒക്കെ മരിച്ചു എല്ലാവരുടെയും കബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടെ കബറൊക്കെ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പ്രകാശപൂരിതമായ കബറാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹ് ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഇത് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലും ഒരു വെള്ളിയാഴ്ച പകലിലായി ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. മുഅ്മിനീങ്ങളെ നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.